നമസ്കാരം. പീതാംബരം ഗർവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത അമൃതം പരമ്പരയിൽ നമ്മൾ കണ്ടത് ഉദ്ധവൻ ഗോപസ്ത്രീകൾക്ക് താൽക്കാലികമായൊരു സന്ദേശം, ഭഗവാൻ കൊടുത്ത സന്ദേശം പറഞ്ഞു. അത് ഇത്രയധികം ഭക്തകളായിട്ടോ അല്ലെങ്കിൽ ഭക്തി ഉള്ളവരോ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് ഉദ്ധവന് ബോധ്യപ്പെട്ട 5 ശ്ലോകം കൊണ്ടാണ് സന്ദേശം, അതായത് ആ അധ്യായം അവസാനിക്കുന്നത്. ഉദ്ധവ പഞ്ചകം എന്നതിനെ പറയും. ശ്ലോകമുണ്ട്, 5 ചൊല്ലാൻ നിന്നാൽ കുറേ നേരം പിടിക്കുക. അതിൻ്റെ ആശയമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കിം ബ്രഹ്മജന്മഭിരനന്ത കഥാരതസ്യ. ആദ്യത്തെ ശ്ലോകം, ബ്രഹ്മാവിൻ്റെ ജന്മം കൊണ്ട് എന്ത് കാര്യം? ബ്രഹ്മാവിൻ്റെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമല്ലേ കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് വിളിക്കുന്ന ഇവരുടെ ജന്മം? ബ്രഹ്മാവിനേക്കാൾ മീതയാണ് എന്ന ഒരു സർട്ടിഫിക്കറ്റ്. രണ്ടാമതായിട്ട് പറയണത് കൃഷ്ണ ഏകചൈഷ പരമാത്മനിരൂഢഭാവ. ഇവർ കൃഷ്ണൻ എന്ന ഭാവത്തിലല്ലല്ലോ കണ്ടത്. വനചരീർ വ്യഭിചാരദൃഷ്ട, ഒരു ചാരൻ പരപുരുഷൻ എന്ന നിലയ്ക്ക് കൃഷ്ണനെ കണ്ടത്. പക്ഷേ അതുകൊണ്ട് വിരോധമില്ല, എങ്ങനെയായാലും കൃഷ്ണനെയല്ലേ മനസ്സുകൊണ്ട് കണ്ടത്. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഗോപസ്ത്രീകളുടെ ഒരു ഭാഗ്യം നമുക്കിവിടെ പറയാം. ഇത് ഭട്ടേരിപ്പാട് നാരായണീയത്തിലും പറയുന്നുണ്ട്. രാഗത്താവജ്ജായതേഹി സ്വഭാവാത് മോക്ഷോപായോ യത്നതസ്യന്നവാസ്യാത്. ഈ പ്രായജന്യമായിരിക്കുന്ന അനുരാഗം സ്ത്രീയായാലും പുരുഷനായാലും അവിടെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഏതെങ്കിലും ഒരാളോട് എന്തെങ്കിലും തോന്നാത്ത ഏതെങ്കിലും ആൾ ഈ ലോകത്തിലുണ്ടാവുമോ? സഹജമാണ്, ഇത് തെറ്റായിട്ടൊന്നും പറയാനും പറ്റില്ല. എന്നാൽ ഇവിടെ പറയണ മോക്ഷോപായോ, ശരീരം വിട്ട് ഈശ്വരനോട് ചേരണമെന്നും ജനനമരണം അവസാനിപ്പിക്കണം എന്നും ഗൗരവമായ വിഷയങ്ങൾ എത്രയോ പറഞ്ഞാലും അവരർക്കും ഉള്ളിൽ തോന്നണില്ല, തട്ടണില്ല. അതൊക്കെ ഇങ്ങനെ പറയുക എന്നല്ലാണ്ട് യത്നതോ വാ സ്യവാ ന സ്യാത്. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ചിലർക്ക് ഈ പറയുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചിലർക്ക് ഒരു ഗുണമില്ല, എന്തോ കാര്യം കേട്ട് പോണ പോലെ അവർ കേട്ട് പോകണമെന്നേ ഉള്ളൂ. യത്നം കൊണ്ട് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്തായാലും എളുപ്പമല്ല, ഉറപ്പാണ്. മോക്ഷോപായത്തിൽ ശ്രദ്ധ വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്രായജന്യമായ അനുരാഗാദി കാര്യങ്ങൾ എല്ലാവർക്കും സഹജമായി ഉണ്ടാവും. പറഞ്ഞു കൊടുക്കണ്ട ഒരാൾക്ക്. നീ ഇന്നൊരു കുട്ടിയെ പ്രേമിക്കുക കുട്ടീന്ന് പറഞ്ഞു കൊടുക്കണോ? വേണ്ട, അത് ഓട്ടോമാറ്റിക് സഹജമാണ്. എന്നാൽ മോക്ഷോപായം പറഞ്ഞുണ്ടാക്കിയാൽ പോലും ഉണ്ടായിന്നും വരാം, ഉണ്ടായില്ലെന്നും വരാം. ഇവിടെ എന്താ പ്രത്യേകത? തദ്വയം, അത് രണ്ടും ഗോപികൾക്ക് തന്നെ ഉണ്ടായി. പ്രായജന്യമായ കൃഷ്ണനുള്ള അനുരാഗം മോക്ഷത്തിന് അവർക്ക് കാരണമായി. ഒരു മഹാഭാഗ്യല്ലേ എന്നാ ഭട്ടേരിപ്പാട് ചോദിക്കണം. ഭാഗ്യം ഭാഗ്യം പാഹിമാം മാരുദേശ. ഇവർക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ട് യത്നിക്കേണ്ടി വന്നില്ല എന്നർത്ഥം. യത്നിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ പ്രായജന്യമായിരിക്കുന്ന ആ ഒരു അനുരാഗഭാവം കൃഷ്ണനിൽ തന്നെ ഉണ്ടായി, അത് മോക്ഷത്തിന് കാരണമാവുകയും ചെയ്തു. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. വ്യഭിചാരദൃഷ്ടി തന്നെ കൃഷ്ണനെ മോക്ഷോപായത്തിലെത്താൻ കഴിയാച്ചാൽ അത് യത്നം കൂടാതെ എത്തലല്ലേ. ഈ മൂന്നാമത് എന്താ പറയണ വെച്ചാൽ, ഇവിടെ പറഞ്ഞു ആ ശ്രീഓങ്ക നിതാന്തരതേ പ്രസാദ. സ്വർഗസ്ത്രീകൾക്കോ ലക്ഷ്മിക്കോ കിട്ടാത്ത ഭാഗ്യമാണ് ഗോപസ്ത്രീകൾക്ക് കിട്ടിയത്. രാസലീലയിൽ ഇങ്ങനെ കൃഷ്ണനുമായിട്ട് ഇടപഴകാൻ ഒരു സ്ത്രീകൾക്കും ഗോപികൾക്കല്ലാതെ സാധിച്ചിട്ടില്ല.
ലക്ഷ്മി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. രാസക്രീഡയിൽ ഗോപികൾ അനുഭവിച്ചിട്ടുള്ള സുഖം അനുഭവിച്ചിട്ടില്ല എന്നാണ്. അനുരാഗപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിയമത്തിന് കുറേശ്ശെ വിരോധമായിട്ടാണ് അത്ര കൂടുതൽ ആസ്വാദ്യമാവുക. സ്ത്രീയെ കാണരുത്, പുരുഷനെ കാണരുത് എന്ന് പറഞ്ഞ് തടഞ്ഞിട്ട് കാണുമ്പോൾ ഒരു സുഖം അധികം ഉണ്ട്. അത്രേ അറിയില്ല കേട്ടോ, നമ്മൾ മുഴുവൻ അനുഭവിച്ചിട്ടൊന്നുമില്ല. അത് ഏതുപോലെ ഈ ദോശയോ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ശരിക്കും പ്ലേറ്റിൽ വിളമ്പി കഴിക്കണേ, ഓരോ കഷ്ണം അങ്ങോട്ട് പോകുമ്പോഴൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള സുഖം അപ്പോഴേക്കും മുഴുവൻ കഴിക്കാൻ പറ്റൂല. അത് കൂടുതൽ സുഖകരമാണെന്ന് പറയും ചിലർ. പ്രായജന്യം ആയിട്ടുള്ള ചിലരുടെ തടുക്കൽ, ചിലരെ പേടി, ഇതൊക്കെ അനുരാഗത്തിന് ഭംഗിയും ആക്കവും കൂട്ടും എന്നാണ് സൈക്കോളജിസ്റ്റ് പറയണത്. പരാസോത്സവസ്യ ഭുജദണ്ഡ ഗൃഹീത കണ്ഠ, കൃഷ്ണൻ്റെ ആ ഒരു കഴുത്തിൽ കൈ പിടിക്കുക മുതലായ ഭാവങ്ങൾ ഈ ഗോപികൾക്കേ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് വേറെ ആർക്കും അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട് ലക്ഷ്മി ദേവിയേക്കാൾ സുഖം ഇവർക്ക് കിട്ടി എന്ന്. ബ്രഹ്മാവിനേക്കാൾ എന്ന് ആദ്യം പറഞ്ഞു, പ്രായജന്യമായിട്ടുള്ള അതിൽ കൂടെ മോക്ഷം കിട്ടിയെന്ന് പിന്നെ പറഞ്ഞു, മൂന്നാമത് പറഞ്ഞു ലക്ഷ്മി ഭഗവതിയേക്കാളും സ്വർഗീയ സ്ത്രീകളെക്കാളും വിമുഖതയാണ്. ഈ നാലാമത് എന്താ പറയണത്? ഇവിടെ പറയണ ദുസ്തജം സ്വജനം ആര്യപദം ച ഹിത്വാ ശ്രുതിഭിർ വിമൃഗ്യാം. അനവധി വർഷം വേദവും വേദാന്തവും പഠിച്ചെത്തേണ്ട സ്ഥാനത്താണ് ഇവർ വേഗത്തിയത്, നിഷ്പ്രയാസം എത്തിയത്. വല്ലാത്തൊരു ഭാഗ്യമല്ലേ? വർഷക്കണക്കിന് പഠിച്ച് അഭ്യസിച്ച് ചിന്തിച്ച് ശ്രവണ മനന നിധിത്യാസങ്ങളിൽ കൂടിയിട്ടേ മോക്ഷപദത്തിലെത്തുള്ളൂ. തറ ക്ലിഷ്ടമാണ് മാർഗം. ഇതിവർ അനായാസേന കാലതാമസം കൂടാതെ എത്തി എന്നാണ് പറയണത്. ഉണ്ട് യാവേശിയാച്ചിത അജാതിവിരാപ്തകാമേ യോഗേശ്വരേർ അഭിയതാത്മനിരാസകൂട്ട്യം കൃഷ്ണർച്ചത് ഭഗവത ചരണാരവിന്ദം ന്യത്തം തനേഷു വിരഹു പരിരഭ്യതാപം. വളരെയേറെ ആ ആനന്ദം അനുഭവിക്കാനായിക്കൊണ്ട് ഇവർക്ക് സാധിച്ചു എന്ന് വന്ദേനന്ദപ്രജത്രീണാം പാദരേണുമഭീഷ്ണശ. ഇവരുടെ പാദരേണുക്കളെയാണ് ശരിക്കും നമസ്കരിക്കേണ്ടത്. ഭഗവാനെ നമസ്കരിക്കാട്ടിലും ഭഗവാൻ ഇഷ്ടം ഭക്തന്മാരെ നമസ്കരിക്കുക അത്രേ. കാരണം ഭഗവാനെ ഭരിച്ചതിനേക്കാളും ഭക്തി ഉണ്ടാവും ഭക്തന്മാരുടെ കൂടെ. ഭഗവാൻ തൻ്റെ മഹത്വം ഇങ്ങനെ പറയുമൊന്നുമില്ല. ഭക്തന്മാരെപ്പോഴും ഭഗവാന്റെ മഹത്വം പറയും. അപ്പോൾ ആരുടെ കൂടെ കൂടിയാലും നല്ലത്? ഭക്തന്മാരുടെ കൂടാത്തേ നല്ലത്. ഭഗവാന്റെ മഹത്വം പറയും, ഞാൻ കേമനാണെന്ന്. അപ്പോൾ ഭഗവാന്റെ കൂടെ കൂടിയാൽ നമുക്ക് ഭഗവാന്റെ മഹത്വം മുഴുവൻ മനസ്സിലാവില്ല എന്നാണ്. ഉച്ചക്ക അനുഭവിക്കാമെന്നേ ഉള്ളൂ. ആ അനുഭവമാണ് ഇത് പറയലാണ്. രണ്ടൊരു മാർഗ്ഗമാണ്. അപ്പം അത് പറഞ്ഞ് രസിക്കാൻ ആരുടെ കൂടെ പറ്റുക? ഭക്തന്മാരുടെ കൂടെ പറ്റുക. അതുകൊണ്ട് അവരെ നമസ്കരിച്ചു. ഗോപികളെ ഉദ്ധവൻ നമസ്കരിച്ചു എന്നും പറഞ്ഞിട്ട് അവിടെ താമസിച്ച് തിരിച്ചെത്തി എന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അതിനുശേഷം 3 വളവുള്ള ഒരു സ്ത്രീയെ ഭഗവാൻ കുറിക്കൂട്ട് ശരീരത്തിൽ അണിയിച്ച് സുന്ദരിയാക്കി എന്ന് പറയുണ്ടായി. പുറത്തേക്ക് വളവ് ഉണ്ട്, ഉള്ളിൽ വളവില്ല. എന്നാൽ പുറത്തേക്കും കൂടി വളവില്ലാത്തവളാക്കണം. അവൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങയുടെ കൂടെ കുറേ ദിവസം കഴിച്ചു കൂട്ടണം കൃഷ്ണ, എൻ്റെ കൂടെ ഇനി വരണം, അങ്ങയുടെ കൂടെ കഴിഞ്ഞിട്ട് മതിയായിട്ടില്ല. അവളെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചു ഭഗവാൻ അങ്ങോട്ട് പോയി. വളരെ ദിവസം അവളെ ആനന്ദിപ്പിച്ചു എന്നൊരു ഭാഗം. അതിൽ ഉപശ്ലോകൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രൻ ഉണ്ടായിരുന്നു. നാരായണീയത്തിൽ കാണാനുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം, വിഷ്ണു പുരാണത്തിലോ ഹരിവംശത്തിലോ ഒക്കെ. ഇവിടെ ഭാഗവത്തിലെ ഉപശ്ലോകോൽപ്പത്തി പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഭട്ടേരിപ്പാട് ഒരു കാര്യവും പറയും, അവളെപ്പോഴും ഭഗവാനെ കാണണം എന്നാണ് ആഗ്രഹിച്ചതെങ്കിൽ മുക്തിക്കോ ഭക്തിക്കോ പ്രാർത്ഥിക്കുകയല്ലായിരുന്നോ വേണ്ടത് ഗുരുവായൂരപ്പ? എപ്പോഴും കൃഷ്ണനുമായിട്ട് രാത്രി കഴിച്ചു കിട്ടണം എന്ന നിസ്സാരമായിട്ടുള്ള വരല്ലേ ചോദിച്ചത്? മുക്തി ചോദിച്ചാൽ കയ്യിൽ കൊടുക്കില്ലേ ഭഗവാൻ? അപ്പോൾ അവൾക്കൊരു തെറ്റ് പറ്റിയോ എന്ന് എനിക്ക് തോന്നുകയാണ് എന്നൊരു പറച്ചിലുണ്ട്. പിന്നെ ചെറിയ 2 അധ്യായം കൊണ്ട് മഹാഭാരതത്തിലത്തെ ഒരു സംഭവം, കുറേ സംഭവം മഹാഭാരതത്തിൽ 1,25,000 ശ്ലോകമാണ്. അതിൽ ഒരു കാര്യം ഇവിടെ പറയുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ ഭാരതമായിട്ടുള്ളൊരു കൂട്ടിക്കെട്ട് ഭാഗവത്തിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. എന്താ ചോദിച്ചാൽ, ഈ ദുര്യോധനൻ, കുന്തി, പാണ്ഡവന്മാർ ഇവരെയൊക്കെ ദ്രോഹിക്കുകയാണ്. വളരെയധികം ദ്രോഹിച്ചപ്പോൾ ഭഗവാൻ
ധൃതരാഷ്ട്രരുടെയൊക്കെ അച്ഛനാണല്ലോ. അവർക്കൊരു സന്ദേശം കൊടുത്തു. ധൃതരാഷ്ട്ര, അങ്ങ് ഈ പ്രായമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, മകൻ എന്താ പറഞ്ഞാൽ കേൾക്കില്ലേ? കുന്തിയോട് കുരരീവ എന്ന് പറയുക, കുരരപ്പക്ഷി കരയണ പോലെ കരയുക. ദ്രോഹിക്കും ഭീമൻ, അല്ല ദുര്യോധനാദികളുടെ ദ്രോഹം സഹിക്കുക വയ്യാതെ കുന്തി ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അങ്ങേക്ക് പറഞ്ഞൂടെ ദുര്യോധന വേണ്ടാന്ന്? എന്താ അങ്ങ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം എന്ന് ഭഗവാൻ സൂചിപ്പിച്ചപ്പോൾ ധൃതരാഷ്ട്രൻ എന്തേ പറഞ്ഞാൽ, അയ്യോ ദുർവിമർശപതയാ നിജമായ ഏതം സൃഷ്ടാഗുണാൻ വിഭജതേ തദനു പ്രവിഷ്ട തസ്മൈ നമോ ദുരവബോധ വികാരതന്ത്ര സംസാരചക്രഗതേ പരമേശ്വരായ. കൃഷ്ണ, ഞാൻ ഇപ്പം എന്താ പറയുക? ഈ ലോകം മുഴുവനെ കൊണ്ടു നടത്തുന്ന ഭഗവാൻ എന്തെല്ലാമോ വിചാരിക്കണു. ആ ഭഗവാനെ നമസ്കരിക്കുകയാണ് ഞാൻ. ഇതല്ല ഇപ്പോൾ കൃഷ്ണൻ ഇവിടെ പറഞ്ഞത്. താൻ ഭഗവാനെ നമസ്കരിച്ചാലും വേണ്ടില്ല, നമസ്കരിച്ചില്ലെങ്കിലും വേണ്ടില്ല, കുന്തിയുടെ നേരെയുള്ള ദ്രോഹ നടപടി അവസാനിപ്പിക്കാൻ മകനോട് പറയാനാ ഭഗവാൻ പറഞ്ഞത്. അക്രൂര മുഖാന്തര സന്ദേശം കൊടുത്തേച്ചത് നിർത്തിക്കോളൂ. ഇത് ഈശ്വരനെ നമസ്കരിക്കുക അപ്പം ചെയ്യുക. അതെന്താ ചോദിച്ചാൽ ഒരു ഒഴിഞ്ഞുമാറലാണ്. ഭഗവാൻ എന്തൊക്കെയോ വിചാരിക്കണു, ഞാൻ ഇപ്പം എന്താ ചെയ്യുക കൃഷ്ണ? അപ്പോൾ സ്ഥാനത്തിരിക്കണവരങ്ങനെ കൈ കഴുകാൻ പാടില്ല. അല്ലാത്തവർക്കിപ്പോൾ അങ്ങനെയാവാം. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തൊരു സ്ഥലത്ത് നമുക്ക് പറയാൻ പറ്റുമോ? ഈശ്വര, എല്ലാം നേരെയാക്കണേ, കാണുന്നില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ദുര്യോധനൻ അവിടെ അല്ല, ധൃതരാഷ്ട്രൻ അവിടെ ഒരു സ്ഥാനത്താണ്. ദുര്യോധനൻ്റെ അച്ഛനാ, ചക്രവർത്തിയുടെ അച്ഛനാ. ആ അച്ഛന് ചക്രവർത്തിയിലൊരു നിയന്ത്രണം വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഈ ചെയ്തത് തെറ്റായി എന്ന് സമ്മതിക്കെങ്കിലും വേണ്ടേ? അതും ചെയ്യണില്ല. ദുര്യോധനൻ ചെയ്തതിനെ ഒക്കെ അനുകൂലിച്ചു ധൃതരാഷ്ട്രർ. അവിടെയാ തെറ്റ്. നീ പോട്ടെ, തനിക്ക് സ്വാധീനമില്ല എന്ന് കൂട്ടുക. ഞാൻ അറിഞ്ഞിട്ടല്ല കൃഷ്ണ, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നെങ്കിലും പറയണ്ടേ? പറയെങ്കിലും വേണ്ടേ? കേട്ടോ കേട്ടില്ലേ വേറെ കാര്യം. അവിടെ ഒഴിഞ്ഞു മാറി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. അഭിപ്രായം പറയേണ്ടപ്പോൾ പറയണം, നടപ്പാക്കാൻ കഴിയുമെങ്കിൽ നടപ്പാക്കണം. രാജിവെച്ച് പോവുക അവിടെ ചെയ്യച്ചാൽ അത് ചെയ്യണം. അവിടെ നമ്മുടെ റോള് നിർവഹിക്കണം. ചില ആൾക്കാരുണ്ട് ഈ അഭിപ്രായം പറഞ്ഞാൽ മഹാപാപമാണ്. അയാളൊന്നും മിണ്ടില്ല കേട്ടോ, പച്ച പാവം, തങ്കപ്പെട്ട മനുഷ്യൻ. അഭിപ്രായം പറയാത്തവരെ അങ്ങനെ നമ്മുടെ ഒരു ശാസ്ത്രത്തിലും പറയണില്ല. അഭിപ്രായം പറയേണ്ടോടത്ത് പറയണം, നടപ്പാക്കേണ്ടോടത്ത് നടപ്പാക്കണം. അത് തെറ്റൊന്നുമല്ല. സഹസ്രനാമത്തിലൊരു പേരുണ്ട്, നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന. ഭഗവാൻ അഭിപ്രായപ്രിയനാണ്, മൊരടനല്ല. എല്ലാവരുടെ അഭിപ്രായവും കേൾക്കാൻ തയ്യാറാണ്. അഭിപ്രായപ്രിയ. അപ്പോൾ അഭിപ്രായം പറയണത് തെറ്റാണോ? റെലവൻ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം ഒരു തെറ്റല്ല. എല്ലാറ്റിലും നമുക്ക് അഭിപ്രായം ഉണ്ടാവണം എന്നാണ്. അഭിപ്രായം പറയാത്തവരൊക്കെ ഹരിചന്ദ്രന്മാർ, അഭിപ്രായം പറയണവരൊക്കെ റബലുകൾ. നമ്മളങ്ങനെ പറയാം അല്ലേ, റബലുകൾ, തർക്കിക്കണവർ. അങ്ങനെ അർത്ഥമൊന്നുമില്ല. അഭിപ്രായം എന്ന് പറയുന്നത് പലപ്പോഴും വളരെയേറെ പ്രയോജനം ചെയ്യും. പലരുടെ തല കൂടിയിട്ട് വന്നാൽ ആ കാര്യം ഭംഗിയാവും. അതേ സമയത്ത് അഭിപ്രായം കൊണ്ട് നടക്കാണ്ടിണ്ട് കേട്ടോ. പല അഭിപ്രായം വരാം, അധികാവാനും പാടില്ല. അത് ഏതിനും ഉണ്ടല്ലോ ലിമിറ്റ്. പക്ഷേ ഇവിടെ ഉത്തരവാദിത്വം നടപ്പാക്കേണ്ടോടത്ത് ധൃതരാഷ്ട്രർ ഒഴിഞ്ഞു മാറി. ഏത് കാര്യം ഈ ദുര്യോധനൻ ചെയ്താലും അതൊക്കെ ശരി ശരി ശരി. തലമുടി അഴിച്ച് അപമാനിച്ചു പാഞ്ചാലിയെ, ശരി, നന്നായി. വിഷം കൊടുത്ത് കൊല്ലുക ഭീമനെ, അത് നന്നായി ഉണ്ണി. അങ്ങനെയാണോ ഒരച്ഛൻ പറയേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരച്ഛനായാലും അമ്മയായാലും ഒരു കുട്ടിയോട് ബിഗ് നോ പറയേണ്ടോടത്ത് നോ പറയണം. കുട്ടി പറഞ്ഞത് മുഴുവനെ വാങ്ങിച്ചു കൊടുക്കുക, കുട്ടി പറയണത് മുഴുവൻ അംഗീകരിക്കുക. അതല്ല അമ്മയുടെയും അച്ഛൻ്റെയും ധർമ്മം. നോ,
എന്ന് പറയേണ്ടോടത്ത് അത് പറയണം. അത് പറഞ്ഞിരുന്നുവെങ്കിൽ ദുര്യോധനൻ ഇത്ര വഷളാവില്ലായിരുന്നു, ഭാരതത്തിൻ്റെ ഗതി ഇങ്ങനെ ആവില്ലായിരുന്നു. പണ്ടൊരു കഥ പറയും, ഒരാനയെ വാങ്ങിത്തരണമെന്ന് കുട്ടി പറഞ്ഞു, ആനയെ വാങ്ങി കൊടുത്തു. എന്നാൽ കുട്ടി പറയുക, അച്ഛാ ഈ ആനയെ ഒന്ന് ചുണ്ണാമ്പിൻ്റെ പെട്ടിയിലാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ആനയെ എങ്ങനെയാണ് ചുണ്ണാമ്പ് പാത്രത്തിലാക്കുക എന്ന് ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നാൽ അയാളെ നമ്മൾ എന്താ പറയുക? ഭൂലോക വിട്ടി പറാന്തൻ എന്ന് പറയും ഇല്ലേ? പറക്കില്ല കുട്ടി, ആന ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാ കൊള്ളുക, എന്താ നീ പറയണ എന്നല്ലേ ചോദിക്കേണ്ടത്. ഇതാ ആനയുടെയും ചുണ്ണാമ്പ് പാത്രത്തിൻ്റെയും കാര്യമല്ല തെറ്റിദ്ധരിക്കേണ്ട. ഇത്ര പറയാനുണ്ടോ? അതല്ല, അത് ഉപമയാണ്. അപ്രായോഗികവും അധാർമികവും ആയ കാര്യങ്ങൾ ഒരു പുത്രൻ പറഞ്ഞാൽ അരുത് എന്ന് പറയേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. പറഞ്ഞതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും കടമയുണ്ട്. അത് വേണമെന്ന് പറയേണ്ട. ഒരു കുട്ടി ഒരു കാര്യം ചോദിച്ചാൽ അത് മേടിച്ചു കൊടുക്കണ്ടെന്ന് ശാസ്ത്രം പറയണില്ല കേട്ടോ, മേടിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മണൻ, ബാലൻ, വൃദ്ധൻ, ഒരു കുട്ടി ഒരു വണ്ടി കളിപ്പാക്കോ വാങ്ങണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുക്കാം, വിരോധമില്ല. കാരണം വലുതായ ശരിക്കുള്ള കാർ അവൻ ചിലപ്പോൾ നമുക്ക് വാങ്ങിത്തരും. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതേ സമയത്ത് കുട്ടി തീ കൊണ്ട് കളിക്കുകയാണെന്ന് വെച്ചാൽ കളിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്? കണ്ണിൽ കുത്തുന്ന സാധനങ്ങളെ കൊണ്ട് കളിക്കുമ്പോൾ കുത്തിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്? അപ്പോൾ കുട്ടിയുടെ തന്നെ നന്മയ്ക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടി പറയുമ്പോൾ അരുത്, നോ എന്ന് പറയാൻ ഒരച്ഛന് കഴിയണം എന്നാണ് ദുര്യോധനൻ്റെ ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒക്കെ എത്ര കാര്യങ്ങളറിയോ. അപ്പം അങ്ങനൊരു സംഗതി ഇവ ഭാഗവതത്തിലെ ഇടയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അതിനുശേഷം ജരാസന്ധനുമായിട്ടുള്ള യുദ്ധം. കാരണം ഈ അസ്ഥി പ്രാപ്തി ജരാസന്ധൻ്റെ മക്കളാണ്, 2 പെൺകുട്ടികൾ. കംസനാണ് ഇവരെ വിവാഹം കഴിച്ചു കൊടുത്തത്. ആ കംസനെ ഭഗവാൻ തട്ടി, ഇന്നത്തെ ഭാഷയിൽ പറയാച്ചാൽ. അപ്പോൾ അസ്ഥിയും പ്രാപ്തിയും വിധവകളായി. തൻ്റെ മക്കളെ വിധവകളാക്കിയ കൃഷ്ണനെ വെറുതെ വിടുമോ ജരാസന്ധൻ? കാണിച്ചു കൊടുക്കുക ഞാൻ ആരാന്നുള്ളത് എന്നും പറഞ്ഞ് യുദ്ധത്തിന് വന്നു. 17 പ്രാവശ്യവും ഭഗവാൻ തോൽപ്പിച്ചു ജരാസന്ധനെ. ആ യുദ്ധമൊക്കെ കുറേ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അവിടെ മുറിഞ്ഞു വീണ ശരീരാവയവങ്ങൾ, ഗംഭീര വാഹനങ്ങൾ, കുതിര, ഇത് അക്ഷൗഹിണി സൈന്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ശ്ലോകങ്ങൾ. ജരാസന്ധ യുദ്ധം 17 പ്രാവശ്യം ഭഗവാൻ തോൽപ്പിച്ചു ജരാസന്ധനെ. 18ാമത് യുദ്ധത്തിന് വന്നപ്പോൾ ഭഗവാൻ പേടിച്ചോടിയവൻ എന്ന പോലെ സമുദ്രത്തിലേക്ക് ഒളിച്ചോടി. വിശ്വകർമാവിനെ കൊണ്ട് ദ്വാരക നിർമ്മിപ്പിച്ചു. തൻ്റെ കൈകൊണ്ട് വധിക്കപ്പെടാനുള്ള സമയം ആയിട്ടില്ല, അതുകൊണ്ടാണ് പേടിച്ചോടിയത്. വീണ്ടും യുദ്ധം ചെയ്താൽ ഭഗവാന് ജരാസന്ധനെ വധിക്കേണ്ടി വരും. ഇപ്പം ഭീമനാണ് പിന്നീട് വധിക്കുന്നത്. അതിനുള്ള പുണ്യേ ജരാസന്ധനുള്ളൂ. വിശ്വകർമാവിനെ കൊണ്ട് ദ്വാരക നിർമ്മിച്ചു. എങ്ങനെ നിർമ്മിച്ചു? യഥാവാസ്തു വിനിർമ്മിതം. കെട്ടിടം പണിയുമ്പോൾ വാസ്തു നോക്കണം. തോന്നിയ പോലെ കെട്ടിക്കൂട്ടിയാൽ പൊളിക്കേണ്ടി വരും. അല്ല വീട്ടിലത്തെ ദുരിതം കൂടും, എണ്ണം തന്നെ കുറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് എപ്പോഴും കെട്ടിടം കെട്ടുമ്പോൾ വാസ്തു വിദഗ്ധനെ കണ്ട് ചോദിച്ച് എവിടെ എന്തെല്ലാം വരാം, എവിടെയൊക്കെ വരാൻ പാടില്ല, അത് നോക്കി ശാസ്ത്രപ്രകാരം കെട്ടുക. പുറത്തേക്കുള്ള സൗകര്യമല്ല നോക്കേണ്ടത്, ശാസ്ത്രവാസ്തു വിനിർമ്മിതം. ഭഗവാന് വാസ്തു നോക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സത്യത്തിൽ? പക്ഷേ കുട്ടികളും കുടുംബമായിട്ടാണ് ഇനി കഴിയാൻ പോണത്. അപ്പം അതിൽ എല്ലാ നിലയ്ക്കും വാസ്തുശാസ്ത്രപ്രകാരം കാറ്റും വെളിച്ചമൊക്കെ വേണ്ട പോലെ വേണം അല്ലേ? സൂത്രസ്ഥാനം, അതായത് ഇന്നെ ദിക്കിൽ എന്നത് വരിക എന്നുള്ളത് നോക്കി ദ്വാരക പണിതു. എന്നിട്ടും ദ്വാരക നിലനിന്നില്ല, അത് വേറെ കാര്യം. അപ്പം എന്തായാലും വാസ്തു നോക്കിയിട്ടുണ്ട് ഭഗവാൻ. അപ്പം അന്ന് വാസ്തു ഉണ്ട് എന്ന് വരുന്നു. വാൽമീരാമായണത്തിലുണ്ട് ഈ വാസ്തുവിനെ പറ്റിയുള്ള പ്രസ്താവം. അതാണ് കഴിഞ്ഞു. അതിനുശേഷം മുജുകുന്ദനെ അനുഗ്രഹിക്കുക എന്നൊരു കഥാഭാഗം പറഞ്ഞിട്ട് പിന്നെ രുക്മിണീ സ്വയംവരത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പം പണ്ട് ഈ കാലയവനൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ, മഹാദുഷ്ടനാണവൻ. അവനൊരു മോഹം, കൃഷ്ണനോട് ജയിക്കണം. നാരദനെ ഏഷ്ണി കൂട്ടി, എലുമിടുക്കനാണല്ലോ നാരദൻ. അല്ലെങ്കിൽ ഈ കൃഷ്ണൻ കുറേ കാലയവന വല്ലാതെ അങ്ങനെ മേപ്പെട്ടു പോണു,
നമുക്ക് കൃഷ്ണനെ ഒന്ന് അടക്കം വയ്ക്കണമല്ലോ എന്ന് പറയണം. പിന്നെ അത് വേണം മഹർഷേ, അങ്ങ് മാത്രമാണ് അപ്പം എൻ്റെ മിത്രം എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ലോകിയായി. എന്നാലിപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ഗുഹയിലേക്ക് ആണ് കടന്നുണ്ട് കൃഷ്ണൻ. വേറൊന്നുമല്ല, അങ്ങേ പേടിച്ചിട്ടാ. പോയിട്ട് ആ കൃഷ്ണനെ നമുക്ക് തോൽപ്പിക്കണം. കാലയവൻ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറിക്കോളൂ, കൃഷ്ണനെ കാണും. കാണുന്നു മാത്രമേ പറഞ്ഞുള്ളൂ, കൃഷ്ണൻ ഇങ്ങോട്ട് കൊല്ലുന്നൊന്നും നാരദൻ പറയില്ലല്ലോ. അപ്പോൾ ഈ ഗുഹയിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഇരുട്ട്, ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഒരാളിങ്ങനെ കിടന്നുറങ്ങണ കണ്ടു. ഇത് ഭഗവാൻ തന്നെയാണ്, കള്ളൻ പേടിച്ചിട്ട് കിടന്നുറങ്ങുകയാണല്ലേ, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മാറത്ത് പോയിട്ട് ഒരൊറ്റ ചവിട്ട്. അത് മുചുകുന്ദനാണ് ഉറങ്ങണത്, ഭഗവാൻ അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. ഇതൊക്കെ കാണുന്നുണ്ട്, അറിയണമുണ്ട്. അപ്പോൾ ഈ മുചുകുന്ദൻ കണ്ണ് തുറന്നപ്പോൾ അതാ കാലയവനൻ ഭസ്മായി. എന്താ കാരണം? ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാനുള്ള യോഗം അവനില്ല. അതിനും വേണമൊരു യോഗം. ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ചവർക്ക് ഒക്കെ മോക്ഷമാണ് കിട്ടിയ, പിന്നെ പുനർജന്മമില്ല. അതെന്താ വെറുതെ കിട്ടുന്നതാണോ അങ്ങാടിന്ന്? അപ്പോൾ അതിനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ, മുചുകുന്ദനെ കൊണ്ട് കൊല്ലിച്ചു. എന്തൊക്കെ കഴിവാ ഈശ്വരൻ്റെ ഓരോരോ സൂത്രവിദ്യകൾ നോക്കൂ. താൻ കൊല്ലൂല്ല എന്നാൽ കൊല്ലപ്പെടും വേണം. ആ മുചുകുന്ദനാൽ വധിക്കപ്പെട്ടു. മുചുകുന്ദൻ ആ ഗുഹയിൽ വല്ലാത്തൊരു പ്രകാശം ഇങ്ങനെ കാണുകയാണ്. ഇതെന്തപ്പോൾ ഈ ഗുഹയുടെ ഉള്ളിൽ ഇത്ര പ്രകാശം എന്തോന്നുണ്ടല്ലോ. അങ്ങനെ കൃഷ്ണനെ കണ്ടു. അപ്പോൾ വേഗം മുചുകുന്ദനോട് ഭഗവാൻ ചോദിച്ചു, അങ്ങ് ആരാണ് എന്നൊക്കെ ചോദിച്ചു. ആദ്യം അങ്ങ് ആരാണെന്ന് മുചുകുന്ദൻ കൃഷ്ണനോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. ഭഗവാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മുചുകുന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്ഷ്വാകു വംശജനാണ്. ഇപ്പോൾ ഇവിടെ വളരെ കാലം ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിച്ചപ്പോൾ ഇന്ദ്രൻ എനിക്കൊരു വരം തന്നു, സുഖമായിട്ട് വിശ്രമിക്കുക. ആര് ഈ ഉറക്കത്തിൽ അങ്ങേ തടഞ്ഞോ അവർ ഭസ്മാവും എന്നൊരു വരം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുചുകുന്ദനാണ് ഞാൻ എന്ന് ഭഗവാന്റെ ചോദ്യത്തിനനുസരിച്ച് മുചുകുന്ദൻ മറുപടി പറഞ്ഞു. ആട്ടെ, അങ്ങാരാ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ മുകുന്ദനാണ്. അങ്ങ് മുചുകുന്ദനാണെങ്കിൽ ഒരക്ഷരം കമ്മിയുണ്ട്, ഞാൻ മുകുന്ദനാണ്. വേണ്ടവർക്കും അർഹതയ്ക്ക് അനുസരിച്ചിട്ടും മോക്ഷം കൊടുക്കാറുണ്ട്. ഇതങ്ങട് കേട്ടപ്പോൾ ആ മുചുകുന്ദനുണ്ടായിട്ടുള്ളൊരു സന്തോഷം. എത്ര വർഷം വേദങ്ങളിൽ കൂടെ തിരയേണ്ട ആളാണ് തൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈശ്വര, അങ്ങ് മുകുന്ദനാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്, എനിക്കിനിയൊന്നും ഈ ജന്മത്തിൽ നേടാനില്ല. പിന്നെ ഭഗവാനെ സ്തുതിക്കുകയാണ്. വിമോഹിതോയം ജനൈശമായ ത്വദീയയാ ത്വന്ന ഭജത്യനർത്ഥത് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷി പുരുഷച്ച വഞ്ചിത. സർവേശ്വര, അങ്ങയുടെ മായയിൽ അങ്ങനെ പെട്ട് സത്യത്തെ അറിയാതെ സുഖം കിട്ടും എന്ന് വിചാരിച്ചിട്ട് പ്രവൃത്തികൾ ചെയ്ത സ്ത്രീകളാൽ വഞ്ചിക്കപ്പെട്ട് ഒട്ടേറെ കാലം ഞാൻ കളഞ്ഞു. ലബ്ധാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിതവ്യംഗമയത്നതോനഖ പദാരവിന്ദം ന ഭജത്യ സന്മതി ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ദുർലഭമായിരിക്കുന്ന ഈ മനുഷ്യജന്മം നമ്മുടെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ പരിശ്രമിച്ചിട്ടാണോ നമ്മൾ വന്നത്? അപ്പോൾ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. അതാവട്ടെ ആ പാദത്തെ ഭജിക്കാതെ ഗൃഹാന്ധകൂപേ, ഗൃഹമാകുന്ന അന്ധകൂപത്തിൽ അങ്ങോട്ട് വീണിട്ട് ഭാര്യ, മക്കൾ, ധനം, വീട് ഇത് ചിന്തിച്ച് വെറുതെ കളയുകയാണ് മനുഷ്യന്മാർ. സർവേശ്വര, ഈ രാജാവായിരുന്നല്ലോ മുചുകുന്ദൻ, രാജ്യാധിപത്യം മറ്റ് കാര്യങ്ങൾ ഇതിൽ ഭ്രമിച്ച് ദുരന്ത ചിന്തയാം ഒക്കെ അവസാനം ദുഃഖത്തെ തരുന്നതാണ്. സുഖം കിട്ടും എന്ന് വിചാരിച്ചിട്ട് എന്തിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോയോ അതിൽ നിന്നൊക്കെ ദുഃഖം കിട്ടിയിട്ടുള്ള ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. സർവേശ്വര, അങ്ങയിൽ ആസക്തിയുള്ളവരാവട്ടെ ഒരിക്കലും ദുഃഖത്തെ പ്രാപിക്കുന്നില്ല. ഇവിടെ പറയണം, കളേവരസ്മിൻഘടകുട്യസന്നിഭേ തിരൂഢമാനോ നരദേവ ഇത്യഹം. ഓരോരുത്തരുടെ ഭാവങ്ങൾ എന്താ? ഞാൻ ഈശ്വരനാണ്, ഞാൻ രാജാവാണ്, ഞാൻ സുന്ദരനാണ്, ശക്തനാണ്, ധനികനാണ്, എന്തൊക്കെ അഭിമാനിക്കുന്നു, ജനസ്വാധീനമുള്ളതാണ്, ഇന്ന ആളുടെ മകളാണ്,
ഇന്നാളുടെ മകനാണ് അല്ലേ. അച്ഛൻ്റെ മാഹാത്മ്യം പറഞ്ഞ് നടക്കും ചിലർ, തൻ്റെ മാഹാത്മ്യം പറഞ്ഞ് നടക്കും ചിലർ. വാസ്തവത്തിൽ ഏതിലാണ് ഇവർ വസിക്കണത്? പച്ചക്കുടത്തിന് തുല്യമായിട്ട് വീണുടയുന്നൊരു മൺകുടം. ഒറ്റ സെക്കൻഡ് മതിയില്ലേ നിർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട്, ഇങ്ങനെ കാണുന്നു. ഇന്നലെ തീയെ പോയ ആളാണേ, രാവിലെ പോയ ആളാണേ. ഇതാ കണ്ടു, 4 മണിയാകുമ്പോഴേക്ക് കടന്നു, കഴിഞ്ഞു കഥ. അത്രയേ ഉള്ളൂ. ആ ശരീരത്തിലിരുന്ന എന്തൊക്കെയാണ് നമ്മളെ നിരൂഢമാനോ നരദേവ, ഈശ്വരനാണ്, രാജാവാണ്, പ്രകാരം അഭിമാനിക്കണു. പ്രമത്തമുച്ചേർ ഇതി കൃത്യചിന്തയാ പ്രവൃത്തലോഭം വിഷയേഷു ലാലസം. പലതരത്തിലുള്ള വിഷയ കാര്യങ്ങളിൽ മനസ്സിനെ ഭ്രമിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ പാമ്പ് എപ്രകാരം എലിയെ പിടിക്കണോ, ഭക്ഷിപ്പതിന് പുറകെ വരുന്നു. കൃതാന്തനികായ്യോന്ന് ഹരിനാമകീർത്തന പറയണ ഇവിടെ വരുന്നുണ്ട്, പായും വളർന്നിട്ടേ. അത് എപ്പോഴാണ് നമ്മളെ വിഴുങ്ങുക, മരണം എന്ന് പറയാൻ സാധിക്കാതെ ഈ പാതാരവിന്ദത്തെ ഭജിക്കാതെ സർവേശ്വര പിന്നെയും ജനിച്ചും പിന്നെയും മരിച്ചും കളയവരോവി കൃമിപത്മസംജ്ഞിത തിലകം ചാർത്തിയും ചീകിയുമഴകായി അല്ലേ പല നാൾ പോറ്റിയ പുണ്യശിരസേ. ഇവിടെ പറയാണ് വില പിടിയാതൊരു തലയോടായി എന്ന്. അതിനെ പറഞ്ഞു കളയവരോവി കൃമിഭസ്മസംജ്ഞിത, കൃമികൾക്ക് തിന്നാനുള്ള സാധനമായിട്ട് മാറും. മറവ് ചെയ്തു വെച്ചാൽ, അഗ്നിയിൽ ദയിപ്പിച്ചതാ വെച്ചാലോ ഭസ്മമായിട്ടും മാറും. ഒരു പിടി ചാമ്പലായിട്ട് മാറുന്ന ശരീരവും വെച്ചിട്ടാണ് ഞാൻ ഈശ്വരനാണ്, സിദ്ധനാണ്, ഭോഗിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കണത്. കുറച്ച് ഭസ്മം അല്ലേ, അത്ര ആവണതാണ് ഈ ശരീരം. അതുകൊണ്ട് സർവേശ്വര അതിലുള്ള അഹങ്കാരവും അഭിമാനവും എനിക്ക് ഉണ്ടാവരുതേ എന്ന് പറയുകയാണ്. സ്ത്രീകളുടെ പിടിയിൽപ്പെട്ടിട്ടും കുട്ടികളുടെ പിടിയിൽപ്പെട്ടിട്ടും ഒരു ക്രീഡാമൃഗത്തിനെ പോലെ ഈ ജന്മം പാഴാക്കാൻ ഇടവരരുതേ സർവേശ്വര കൃഷ്ണ എന്നങ്ങനെ പറഞ്ഞ് ഭഗവാനെ തുതിച്ചു. പുനച്ചഭൂയേയം അഹം സ്വരാടിതി, ഞാൻ ചക്രവർത്തിയാണ്. എന്തെങ്കിലും MLA മന്ത്രിയോ ഒക്കെ ആകുമ്പോഴേക്ക് ഓരോരുത്തരുടെ ഭാവം എന്താ, താൻ എന്നും ഇവിടുത്തെ CM ആവും, താൻ എന്നും ഇവിടുത്തെ PM ആവും, ഒക്കെ അവിടെ ഇട്ട് പോകേണ്ടതാണല്ലേ, ഒന്നുപോലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സർവേശ്വര. അതിലുള്ള അഹങ്കാരം. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിൽ നിന്ന് നീക്കി ശുദ്ധാവുക? സത്സംഗമോ എരിക്കി തദേവ സദ്ഗതോ. ഇതുപോലെയുള്ള സന്ദർഭത്തിൽ ഈശ്വരമാഹാത്മ്യം കേൾക്കുമ്പോഴാണ് ഇതൊക്കെ നിസ്സാരാണ്, ശാശ്വത അല്ല എന്നുള്ള ബോധ്യമുണ്ടായി. ഭഗവാനിൽ ഭക്തി ഉറയ്ക്കണതുകൊണ്ട് സത്സംഗം എപ്പോഴും ഉണ്ടാവട്ടെ. സച്ചിന്തകൾ അല്ലെ, ഈശ്വര കാര്യങ്ങൾ പറയുക കേൾക്കുക, അതിനുള്ള സന്ദർഭം എപ്പോഴും എനിക്കുണ്ടാവണേ. ചിരമിക വൃജിനാർത്തപ്യമാനോനുതാപേ അഭിതൃഢമിത്രോ അലബ്ധശാന്തി കഥഞ്ചിൽ ശരണത സമുപേദ ത്വത്പദാബ്ജം പരാത്മൻ അഭയമൃതമശോകം പാഹിമാപന്നമീശാം. ഒരിക്കലും ശാന്തി ലഭിക്കാതെ ഈ പ്രപഞ്ചത്തിൽ അലഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ അങ്ങയുടെ പാദത്തെ എപ്പോഴാണ് ആശ്രയിക്കാനായിട്ട് സാധിക്കുക? അപ്പോഴേ ശാന്തി കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങയെ ഇപ്പോൾ ഒരവസരം എനിക്ക് കിട്ടി. സർവേശ്വര അങ്ങയുടെ പാദപത്മത്തിൽ ആശ്രയം പ്രാപിച്ചതായിട്ടുള്ള എന്നെ പാഹിമാപന്നം, എന്നെ രക്ഷിക്കണേ, ശരണം പ്രാപിച്ചതായിട്ടുള്ള എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മുജുകുന്ദൻ ഭഗവാനെ എന്നെ സ്തുതിച്ചു. ശുദ്ധമായിട്ടുള്ള ഭക്തി കണ്ടു ഭഗവാൻ സന്തോഷിക്കുകയാണ്. സാർവഭൗമ മഹാരാജ മതിസ്തേ വിമലോർച്ചിത. ഇതന്നെയാണ് മുജുകുന്ദ രാജാവേ ഒരാളായ വേണ്ടത്. ലോകത്തിലത്തെയൊക്കെ നിസ്സാരാണെന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് എന്നെ ആശ്രയിക്കാനുള്ള മനസ്സുണ്ടാവുക എന്ന് വെച്ചാൽ കഴിഞ്ഞു അവൻ്റെ ദുഃഖം. അവൻ്റെ ദുഃഖവും കഷ്ടകാലവും കഴിഞ്ഞു എന്ന് കണക്കാക്കിയാൽ മതി. കാരണം എല്ലാവർക്കും ഇതിനോട് വിരക്തിയൊന്നും അത്ര വേഗം വരില്ല. നദീർ മയ്യേക ഭക്താനാം ആശീബിർ വിദ്യതേ കുശൽ. എന്നിൽ ആസക്തി ഉണ്ടാവുക എന്ന് വെച്ചാൽ അനവധി ജന്മങ്ങളുടെ പുണ്യം വേണം, തപസ് വേണം, അല്ലാണ്ട് ഇന്നത് കിട്ടില്ല. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ കൂടുതൽ അനുഷ്ഠിച്ചിട്ട് മോക്ഷം നേടാൻ അങ്ങേ ഞാൻ അനുഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ മുജുകുന്ദനെ അനുഗ്രഹിച്ചു എന്നും പറഞ്ഞ് ആ ഭാഗാണ്ട് കഴിഞ്ഞതിന് ശേഷം ഇനി രുക്മിണീ സ്വയംവരമാണ് അടുത്ത ഘട്ടം. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ
പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.